സിറോ മലബാർ സഭയിലെ സർക്കുലർ വിവാദത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെതിരെ കടുത്ത വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. മേജർ ആർച്ച് ബിഷപ്പ് ചതിയനെന്ന് കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു. ചതിയന്മാരെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും മുണ്ടാടൻ കൂട്ടിച്ചേർത്തു. വൈദികരെല്ലാം ഒറ്റക്കെട്ടായി ഇപ്പോഴത്തെ നീക്കത്തെ ചെറുക്കുമെന്നും ജൂലൈ 3 ശേഷം തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുണ്ടാടൻ വ്യക്തമാക്കി. സഹിനാന്റെ ബന്ധപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭയിൽ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ സെക്രട്ടറി ആയിട്ടുള്ള കുര്യാക്കോസ് മുണ്ടാടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ജനാഭിമുഖ കുർബാന വേണ്ട എന്നുള്ള ഒരു നിലപാടിനെ അത് അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 തുടങ്ങി 65 അവസാനിച്ചു. ആ കൗൺസിലിൻ്റെ ചൈതന്യം ജനാഭിമുഖ കുർബാന സജീവമായിട്ട് ബലിയർപ്പിക്കുക, ജനങ്ങളുടെ പുരോഹിതരും ജനങ്ങളെല്ലാവരും അർപ്പകരാണെന്നുള്ള ആ ജനാഭിമുഖ കുർബാന മുറുകെ പിടിച്ചിട്ട് 60 വർഷം ഞങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ സീറോ മലബാർ സഭാ സിനഡ് ഈ ജനാഭിമുഖ കുർബാനയെ മാറ്റിമറിച്ച് ഒരു ഏകീകൃത കുർബാന, അതായത് പകുതി അൾത്താരയിലേക്കും പകുതി ജനങ്ങളിലേക്കും തിരിയുക എന്നുള്ള ചിന്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ നിവേദനങ്ങൾ വൈദികരും വിശ്വാസികളും തുടർച്ചയായി വത്തിക്കാനിലേക്കും സിനഡ് പിതാക്കന്മാർക്കും നിവേദനങ്ങൾ അയച്ചു. പക്ഷേ ആ നിവേദനങ്ങളൊക്കെ കാറ്റിൽ പരത്തി അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നെത്തി നിൽക്കുന്നത് ഈ വിശ്വാസികളെയും ഈ വൈദികരെയും ഈ ഏകീകൃത കുർബാന ചെയ്യില്ലെങ്കിൽ പുറത്താക്കും എന്നൊക്കെ തന്നെയാണ്. അങ്ങനെ പുറത്തു പോകേണ്ടി വരുന്ന ഒരു സഭയാണോ കത്തോലിക്ക തിരുസഭ? കത്തോലിക്ക തിരുസഭയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ വിശ്വാസത്തിനോ ധാർമ്മികതയ്ക്കോ എതിരോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വിശ്വാസത്തിനെതിരെയല്ല, ധാർമ്മികക്കെതിരെയല്ല, ഞങ്ങൾ മാർപ്പാപ്പയുടെ കൂടെയാണ്. പക്ഷേ ഈ സീറോ മലബാർ സഭയിലെ ഏതാനും പിതാക്കന്മാർ ഈ ലിറ്റർജിയിലെ ഒരു ചെറിയ ഒരു ആചാര രീതിയെക്കുറിച്ചുള്ള തർക്കം ഞങ്ങൾ മാർപ്പാപ്പയുടെ കൽപ്പനകൾ ലംഘിക്കുകയാണെന്നുള്ള തരത്തിൽ കൊണ്ടുവന്ന് ആക്കി. പക്ഷേ സീറോ മലബാർ സഭ മാർപ്പാപ്പ എന്ന് പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം എടുക്കുന്നത് മാർപ്പാപ്പയല്ല, നിങ്ങളുടെ സിനഡാ തീരുമാനം എടുക്കുന്നത്. സീറോ മലബാർ സഭയിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാണോ? ഒരിക്കലും ഞങ്ങൾ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമോ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നും ഉണ്ടാകും, ആ കത്തോലിക്ക തിരുസഭയുടെ കൂടെയാണ്. ഈ ഏകീകൃത കുർബാന അവർ തീരുമാനിച്ച രീതിയിൽ അസത്യവും അനീതിയും ചതികളും, ഈ ഏറ്റവും ഒടുവിൽ വന്ന സർക്കുലർ പോലും ഒരു ചതിപ്രയോഗത്തിലൂടെ വന്ന സർക്കുലറാണ്. അത്തരം ചതിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം കത്തോലിക്ക തിരുസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സത്യവും നീതിയും ഉള്ളൊരു സഭയാണ്. ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കാത്തൊരു നിലപാടാണോ? ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കാത്ത നിലപാടുന്ന അസത്യവും അനീതിയും അധാർമികതയും ചെയ്യുന്നത് ആരാണെങ്കിലും ക്രിസ്തു വിശ്വാസികൾക്ക് അവരെ സ്വീകരിക്കാൻ പറ്റും. ആർച്ച് ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങനെ ഈ സിനഡിലെ ഏതാനും പിതാക്കന്മാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ചതിപ്രയോഗത്തിലൂടെ ആദ്യം ഒരു ഫേക്ക് സർക്കുലർ വരുന്നു, പിന്നെ ഒറിജിനൽ സർക്കുലർ വരുന്നു. അവർ സിനഡ് കൂടുന്നതിന് ജൂൺ 14 സിനഡ് വെച്ചിരിക്കുന്നു, അതിനു മുൻപ് സർക്കുലർ പുറത്തു വരുന്നു എന്നൊക്കെ പറയുന്നത് നേരായ വഴികളല്ലല്ലോ. ആ വഴികൾ ക്രിസ്തുവിൻ്റെ വഴികളല്ല. ബഹിഷ്കരിക്കേണ്ടി വന്നാൽ ബഹിഷ്കരിക്കും. അങ്ങനെയല്ല, ബഹിഷ്കരിക്കുകയല്ല, ആരെയും ഞങ്ങൾ ബഹിഷ്കരിക്കുകയല്ല. അസത്യത്തെയും അധാർമികതയെയും അന്യായത്തെയും ഞങ്ങൾ ബഹിഷ്കരിക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ജൂലൈ 3 ശേഷം ഇപ്പോൾ എങ്ങനെയാണോ അതിരൂപത പോകുന്നത് ആ കുർബാന അങ്ങനെ തന്നെ പോകും. ഇത് അംഗീകരിക്കാത്ത ആളുകൾ പുറത്തു പോകേണ്ടി വരും. അങ്ങനെ പുറത്തു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ആർച്ച് ബിഷപ്പ് പുറത്തേക്ക് പോകേണ്ടി വരും. ആർച്ച് ബിഷപ്പാണ് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ശരിയിലെല്ലാം ഉണ്ട്. അതായത് ആരാണ് പുറത്ത് പോകണേന്ന് നമുക്ക് നോക്കാം, അത് വരട്ടെ. അതായത് ഞാൻ ചോദിക്കുന്നത് തന്നെയാണ്, അങ്ങയുടെ ചിരിയിലെല്ലാം ഉണ്ട്. ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങളിങ്ങനെ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ഇത്രയും നാളെ ഞങ്ങൾ പല ത്യാഗങ്ങളും ഏറ്റെടുത്ത് നിലനിൽക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന്നും പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് ക്രിസ്തുവിനെതിരെ പോകുന്നതിന് തുല്യമാണ്. ഓക്കെ, താങ്ക് യു. അൾത്താരാഭിമുഖ കുർബാന ഞങ്ങൾ ജനാഭിമുഖ കുർബാനയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരിക്കലും ആർച്ച് ബിഷപ്പ് ഇത് ഇത്തരം അഭ്യാസവുമായി വന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം വിശ്വാസം ഞങ്ങൾ 100 വട്ടം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും അവർ ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനൊക്കെ നോക്കുകയാണ്. ഇതുവരെ അവർ വിജയിച്ചിട്ടില്ല. ഇനിയും അത് വിജയിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. പള്ളിയെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും വിശ്വാസികളുടെയും വൈദികരുടെയും ഒക്കെ പള്ളിയാണല്ലോ, മറ്റാരുടെ പള്ളിയല്ലല്ലോ. ഈ പള്ളികളൊക്കെ നിർമ്മിച്ചത് മെത്രാന്മാരുടെ പൈസ കൊണ്ടോ വൈദികരുടെ പൈസ കൊണ്ടോ അല്ല, അൽമാരുടെ പൈസ കൊണ്ടാണ്.
ഇതേ നിലപാടിൽ തുടരുകയാണെങ്കിൽ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി രൂപതയെ മറക്കേണ്ടി വരും. അങ്ങനെയല്ല. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകളിൽ വ്യത്യാസം വരുത്താൻ വൈദികരോ ആരും ആഗ്രഹിക്കുന്നില്ല. ആ നിലപാടുകൾ സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ്. താങ്ക് യു. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ജനാഭിമുഖ കുർബാനയെ ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇവരെടുത്തിരിക്കുന്നത്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു വയ്ക്കുന്നത്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പ് ചതിയനാണ് എന്നാണ്. ഈ സർക്കുലർ പറയുന്നത് ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത പുരോഹിതരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കും പുറത്തു പോകുന്നത് എന്നാണ് അദ്ദേഹം പരോക്ഷമായി ചിരിച്ചുകൊണ്ട് പറയുന്നതും. കടുത്ത നിലപാടിൽ തന്നെയാണ് വിമത വൈദികർ, അല്ലേ? സ്വാതി, ഇതിപ്പോൾ രണ്ട് തട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു വൈദിക ഗണത്തിൽ തന്നെ എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇപ്പോൾ മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ, കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് സ്വതന്ത്ര മെത്രാപ്പൊലീത്തൻ സഭയായി തങ്ങൾക്ക് മാറണമെന്നുള്ളതാണ്. അതായത് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തേക്ക് പോവുകയും പകരം കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള വൈദികർ ഈ സഭയെ ഭരിക്കുകയും ചെയ്യും. സ്വതന്ത്ര മെത്രാപ്പൊലീത്തൻ സഭയായി ഇത് മാറും എന്നുള്ളത് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയിൽ വലിയൊരു പിളർപ്പ് വരാൻ പോകുന്നു, പള്ളികൾ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു എന്നുള്ളതാണ്. ജൂലൈ 3 ഇതേ സർക്കുലർ നിലപാടുമായി മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾ, റാഫേൽ തട്ടിൽ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള വൈദിക ഗണം, ഇവർ പറയുന്നത് 432 വൈദികരുണ്ട്, അതിൽ 430 പേരും തങ്ങളോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് സഭ മുഴുവൻ, ഈ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം മുഴുവൻ തങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളും ഇവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. രണ്ട് വിഭാഗമായി വൈദികർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രത്യക്ഷമായി തന്നെ ചതിയൻ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ സർക്കുലറുമായി മുന്നോട്ട് പോയാൽ ഏകീകൃത കുർബാന തങ്ങൾ അംഗീകരിക്കില്ല, പകരം ജനാഭിമുഖ കുർബാന അഥവാ അൾത്താരാഭിമുഖ കുർബാനയിൽ മാത്രമേ ജനാഭിമുഖ കുർബാനയിൽ മാത്രമേ തങ്ങൾ ഉറച്ചു നിൽക്കുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഏകീകൃത കുർബാന അല്ലെങ്കിൽ അൾത്താരാഭിമുഖ കുർബാന വേണമെന്നുള്ളതാണ്. ഒരിക്കലും തങ്ങൾ അതിലേക്ക് പോകില്ല എന്നുള്ളത് കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞു. ജൂലൈ 3 ഇവർക്ക് കൊടുത്തിരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത്. ഈ അവസാന തീയതിക്കുള്ളിൽ ഇവർ ഏകീകൃത കുർബാനയിലേക്ക് മാറിയില്ലെങ്കിൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ തുടങ്ങുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രത്യക്ഷമായി തന്നെ പ്രത്യാരോപണങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. സ്വാതി, സഹിൻ, ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയപ്പോൾ ബിഷപ്പും ഇതേ കാര്യം, അതായത് ജനാഭിമുഖ കുർബാന, ഏകീകൃത കുർബാന നടത്തണമെന്നാണ് ബിഷപ്പും ആവശ്യപ്പെട്ടത് എന്ന് ആണ് ആ സർക്കുലറിലുള്ളത്. അപ്പോൾ ബിഷപ്പിന്റെ വാക്കുകളെ ഈ വിമത പുരോഹിതർ എങ്ങനെയാണ് കാണുന്നത്? ബിഷപ്പിനെയും ഒപ്പം തന്നെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നത് തങ്ങൾ മാർപ്പാപ്പയെ അംഗീകരിക്കുന്നു, മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര മെത്രാപ്പൊലീത്ത സഭയായി തങ്ങൾ മാറാൻ തയ്യാറാണ്. പക്ഷേ ഈ ബിഷപ്പിനെയോ മേജർ ആർച്ച് ബിഷപ്പിനെയോ ബിഷപ്പുമാരെയോ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് ഇവർ എടുത്തിരിക്കുന്നു. ആ നിലപാട് കൃത്യമായി തന്നെ ഇവരുടെ നിലപാടായി തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നതും. ഒരുപക്ഷെ ഇന്നലെ വിശ്വാസികളും ഒപ്പം തന്നെ ഈ വൈദിക ഗണത്തിലെ ഒരു വിഭാഗവും ചേർന്നുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലും പ്രത്യക്ഷമായി ഇവർ പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പള്ളികളെല്ലാം തങ്ങളോടൊപ്പമാണ്, സഭയുടെ സ്ഥാപനങ്ങളെല്ലാം തങ്ങൾക്കൊപ്പമാണ്, സഭാ വിശ്വാസികളും തങ്ങൾക്കൊപ്പമാണ്. വേണമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തേക്ക് പോയിക്കോട്ടെ, എന്നാലും തങ്ങൾ ഇത് വിട്ടു പോകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ശരി സഹിൻ, സിറോ മലബാർ സഭയിലെ സർക്കുലർ വിവാദത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെതിരെ കടുത്ത വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് ചതിയനാണ് എന്നാണ് കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നത്. ചതിയന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നും മുണ്ടാടൻ കൂട്ടിച്ചേർത്തു. വൈദികരെല്ലാം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഇപ്പോഴത്തെ നീക്കത്തെ ചേർക്കുമെന്നും ജൂലൈ 3 ശേഷം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് മുണ്ടാടൻ വ്യക്തമാക്കിയത്. സഹിൻ ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.